നിനക്ക് നല്ലത് വരും കുട്ടി. നാരായണൻകുട്ടി എനിക്ക് നേരത്തെ അറിയാം. നിന്റെ ഭാഗ്യമാണ് ഈ ബന്ധം. നാരായണൻകുട്ടി, ലാളിച്ച് ഞാനിവിടെ കുറെ അധികം വഷളാക്കിയിട്ടുണ്ട്. വല്ല കുരുത്തക്കേടും കാണിച്ചാൽ തെറ്റ് എന്റേതാണെന്ന് ഓർത്ത് ക്ഷമിക്കണം. ചേട്ടനും ഈ കുടുംബവുമായി ബന്ധപ്പെടാൻ സാധിച്ചത് എന്റെ ഭാഗ്യമാണ്. ഞാൻ കൂടി പോകുമ്പോ വല്യേട്ടൻ ഒറ്റയ്ക്കാവും. അപ്പൊ ഞാനോ? നാരായണൻകുട്ടി, ഇവളെ പ്രസവിച്ചതോടെ അമ്മ മരിച്ചു. കുറെ നാൾ കഴിഞ്ഞ അച്ഛന്. പിന്നെ ഞങ്ങളെയൊക്കെ വളർത്തിയത് ഈ രാമേട്ടനാണ്. ചേട്ടാ, പുറപ്പെടാനുള്ള സമയമായി. വേഗമാകട്ടെ. ഇനി വൈകിക്കേണ്ട. സമയം കിട്ടുമ്പോഴെല്ലാം ഇവളെയും കുട്ടി ഇവിടെ വരണം. വരാം. വരൂ. ഇനി വേണം ഇതുപോലെ അലങ്കരിച്ചൊരു കാറിൽ മാധവൻകുട്ടി കുഞ്ഞും. വടക്ക് നിന്ന് വന്നവരാരും പോയിട്ടില്ല. പോയി അവരുടെ സൗകര്യങ്ങൾ അന്വേഷിക്കും. ഇത്രയും കാലം കുഞ്ഞനീയത്തിയുടെ പേരും പറഞ്ഞ് നമ്മളെയൊക്കെ പറ്റിച്ചു. ഇനിയിപ്പോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളൊക്കെ പിരിയാ. ഇവിടെയും വേണം സന്ധ്യവിളക്ക് കൊളുത്താൻ ഒരു പെണ്ണ്. എന്റെ കല്യാണം ചേട്ടൻ തന്നെ നടത്തിയത്. അപ്പൊ ഈ ആർഭാടമൊന്നും കണ്ടില്ല. അത് പിന്നെ നിങ്ങളോടൊന്നും ചോദിച്ചില്ല. ഞങ്ങൾ കുടുംബകാര്യം പറയാ. എന്താവോ ആളെപ്പോലെ തന്നെയാ കല്യാണവും. തിണ്ണയിൽ ഒരു പലകയും വിളക്കും, പേരിനൊരു താലി, 2 ഉണക്ക മാലയും. അന്നും ഞാൻ കുടുംബ സ്വത്തെടുത്ത് വിവാഹം നടത്തിയില്ല. അന്ന് എന്റെ ബാങ്ക് ബാലൻസ് അത്രേ ഉണ്ടായിരുന്നു. എനിക്ക് മെഡിക്കൽ കോളേജ് ചേരണമെന്ന് പറഞ്ഞപ്പോ ചേട്ടൻ കൈമലർത്തി. 3rd ക്ലാസ്സിൽ പാസ്സായ നിനക്ക് 1 ലക്ഷം രൂപ കൊടുത്ത് അന്യനാട്ടിൽ മെഡിസിൻ അഡ്മിഷൻ വാങ്ങിച്ചു തന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു. ചേട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും പറഞ്ഞുപോയി. നിന്റെ ഇളയ പെങ്ങളെ അല്പം ആർഭാടമായി കല്യാണം കഴിച്ച് അയച്ചുപോയി. അതിനാണോ ഉണ്ണി ഈ പരിഭവം പറച്ചിലും പരാതിയും? പറയുമ്പോ ഉള്ളത് പറയണമല്ലോ. ഇതൊരല്പം കൂടിപ്പോയി. ഇങ്ങനെ കാശ് വാരി എറിഞ്ഞിട്ട് നിർത്ത്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ഞാൻ ചെലവാക്കിയിട്ടുണ്ട്. കുടുംബം പങ്കിട്ട് എല്ലാരും പിരിഞ്ഞുപോയി. അവളുള്ള കടമ പോലും നിങ്ങളൊക്കെ മറന്നുപോയി. മറന്നിട്ടൊന്നുമല്ല, ഞങ്ങളുടെ കളയാൻ പണമില്ല. ചേട്ടന് പ്രാരാബ്ദമൊന്നുമില്ലല്ലോ. ശരിയാണ്, എനിക്ക് പ്രാരബ്ധമൊന്നുമില്ല. ഉണ്ടായിരുന്നൊക്കെ ഇന്നത്തോടെ തീർന്നു. അവള് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാ നിങ്ങളോട് ചോദിച്ചോ? വാസന്തി, നീ നിന്റെ ഭർത്താവിനോടാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ വെച്ച് എന്തും ആകാം. പക്ഷെ ഇവിടെ വെച്ച് നോക്കിക്കൊണ്ട് നിൽക്കാതെ പെട്ടിയൊക്കെ എടുത്ത് കാറി വെക്കണം. ആയിരം പേരെ ഊട്ടി. ഇനി കുഞ്ഞിന് ആഹാരം കഴിക്കണ്ടേ? രഘുവിനും വാസന്തിക്കും പറ്റും വേണ്ടതൊക്കെ ഒരുക്കിയിട്ടുണ്ടോ രാമേട്ട? അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു. ഇനി കുഞ്ഞെന്തെങ്കിലും കഴിക്കും. വിവാഹം ധൂർത്തായി പോയിന്നാ അവർക്കെല്ലാം പരാതി. അതിന് പരിഹാരമുണ്ട്. ഒരു ആർഭാടം ഇല്ലാതെ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ വെച്ച ഒരു പെണ്ണിനെ താലിയും കെട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. അവധി നിന്നുകൊണ്ട് തീരും രാമേട്ട. ഇനി അവധി കിട്ടാൻ കുറെ വൈകും. അതുവരെ സമയമില്ല. ഇനി അതും ഇതും പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ട. 41 ദിവസത്തിനുള്ളിൽ അത് നടന്നിരിക്കണം. ഇല്ലെങ്കിൽ 41ാം ദിവസം ഞാൻ പോകും കാശിക്ക്. ആഹാ, എന്നാൽ ഞാനും കൂടി വരാം. സംസാരിച്ചു തോൽപ്പിക്കാൻ ഇനി ഒരാൾ ഉണ്ടാവണമല്ലോ. ഞാൻ ചോറ് വിളമ്പാൻ പോവാ, വന്നോളൂ. വിവാഹത്തിന് വേണ്ടി ലീവ് എടുത്തിരുന്നതുകൊണ്ട് മേശമേൽ ഫയലുകൾ കുന്നുകൂടി സാർ. ഇന്ന് പകലും വേണ്ടി വന്നാൽ രാത്രി കൂടി ഇരുന്നാലും ഞാനിതൊക്കെ നോക്കി തീർക്കും.
യെസ്. 1-2 ഫയലുകൾ ഇമ്മീഡിയറ്റ് അയക്കണമെന്ന് IG നോട്ടിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു സാർ. ഞാൻ കണ്ടു. വല്ലാത്ത തലവേദന. സാരമില്ല, ഞാൻ നോക്കാം. പൊയ്ക്കോളൂ. യെസ് സാർ. ഒരു ദിവസം ഒരു ഫയൽ വൈകിയാൽ എല്ലാവരെയും ചാടിക്കുന്ന ആളാ. ഇപ്പോ അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് ഒരു ഫയൽ ഇങ്ങോട്ട് നീങ്ങണമെങ്കിൽ ശരിയാ. എന്ത് പറ്റി അദ്ദേഹത്തിന്? ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമായിരിക്കുമല്ലോ അല്ലേ? സമയം കിട്ടിയാൽ വരാം. രാമേട്ടൻ കാത്തിരിക്കണ്ട. എക്സ്ക്യൂസ് മീ സർ. യെസ്. അങ്ങ് ഈ ഫയൽ നേരെ വായിച്ചില്ലെന്ന് തോന്നുന്നു. വാട്ട്? ഇത് IG ഓഫീസിലേക്ക് അയക്കാൻ നിവർത്തിയില്ല സർ. വാട്ട് ഹാപ്പൻഡ്? എഴുതിയതൊന്നും ക്ലിയർ അല്ല, ടു ദി പോയിന്റുമല്ല. സോറി സർ, ഇത് നോക്കിയാൽ അങ്ങയ്ക്ക് തന്നെ മനസ്സിലാവും. യെസ്, യു ക്യാൻ ഗോ. രാമേട്ടാ, വല്യേട്ടൻ ഉദ്യോഗം രാജിവെച്ചെന്ന് കേട്ടല്ലോ, ശരിയാണോ? എന്നാ എന്നോട് പറഞ്ഞത്? എന്തിനാ രാമേട്ടാ? അതാ എനിക്ക് അറിയാൻ പാടില്ല. എന്താ എല്ലാരും കൂടെ മുന്നറിയിപ്പൊന്നുമില്ലാതെ? നാരായണൻകുട്ടി കൂടെ വന്നില്ലേ? ഇല്ല, നിനക്ക് സുഖമാണോ രമേ? എനിക്ക് സുഖത്തിനൊരു കുറവുമില്ല. പക്ഷേ വല്യേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. ഞാൻ എന്ത് ചെയ്തു കുട്ടി? ചേട്ടൻ രാജിവെച്ചത് പത്രത്തിൽ കണ്ടല്ലോ. ശരിയാണ്, പക്ഷെ ഉദ്യോഗം ഞാൻ രാജിവെച്ചില്ല. മുൻകൂട്ടി പെൻഷൻ പറ്റി. ഞാൻ പറഞ്ഞില്ലേ പത്രക്കാരങ്ങനെ കള്ളം എഴുതില്ലെന്ന്. എന്തിനാ ചേട്ടാ ഈ കടുങ്കൈ ചെയ്തത്? കടുങ്കയ്യോ? എനിക്ക് ഉദ്യോഗം വേണ്ടാന്ന് തോന്നി, രാജിവെച്ചു. ചേട്ടൻ ഞങ്ങളെ കുറിച്ച് ഓർത്തില്ല. കൂടുതലായി എന്തോർക്കാൻ? ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾ എല്ലാരും നല്ല നിലയിലായി. എനിക്ക് ജീവിക്കാൻ പെൻഷൻ തുക മതി. 20 വർഷം വീട്ടുകാര്യവും ഓഫീസ് കാര്യവും മാത്രമായി കഴിഞ്ഞു. ഒരു ചേഞ്ച് വേണമെന്ന് തോന്നി. അതിലെന്താ തെറ്റ്? ചേട്ടൻ ശമ്പളം വാങ്ങി ഞങ്ങൾക്ക് തരാനല്ല, ഒരു IPS ഉദ്യോഗസ്ഥന്റെ സഹോദരങ്ങളാണെന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനം ഉണ്ടായിരുന്നു. അതിന്റെ പ്രയോജനങ്ങൾ ഉണ്ടായിരുന്നു. ചേട്ടന് കഴിയാൻ പെൻഷൻ തുക മാത്രം മതിയായിരിക്കും. പക്ഷേ ഞങ്ങളുടെ കുട്ടികൾ വളർന്നു എന്ന കാര്യം ചേട്ടൻ മറന്നുപോയി. അവർക്കും അവരുടെ അടുത്ത തലമുറയ്ക്കും വേണ്ടത് തറവാട്ടിലുണ്ട്. ഇപ്പോഴത്തെ ചെലവുകളെ പറ്റി ചേട്ടൻ അറിഞ്ഞൂടാ. അതിനൊരു കാര്യമുണ്ട്. ചോദിച്ചില്ല. വാസന്തി, എന്നെ എന്റെ കുട്ടികളെയും മറന്നിട്ട് ഉദ്യോഗം രാജിവെച്ച ചേട്ടന എന്നെ ശാസിക്കാൻ വരുന്നത്. എനിക്ക് വയ്യ കുട്ടികളെ. ചക്കൽ കെട്ടിയ പോത്തിനെ പോലെ ഇത്രയും കാലം കഴിഞ്ഞു. ഇനി അല്പം സ്വസ്ഥമായി ജീവിക്കാം. ചേട്ടൻ IPS ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് അഭിമാനിച്ച് നടക്കുകയായിരുന്നു. ആരെ? അദ്ദേഹം. ഞാനും അതെ. IPS-കാരന്റെ സഹോദരി എന്ന് പറഞ്ഞ കല്യാണം കഴിപ്പിച്ചത്. അതിന്റെ അന്തസ് എവിടെ? പെൻഷൻ പറ്റിയ IPS-കാരന്റെ അന്തസ് എവിടെ? അല്ലേ? നിന്റെ അന്തസ് പാലിക്കാൻ കഴിയാത്തതിൽ ഞാൻ ദുഃഖിക്കുന്നു. ക്ഷമിച്ചുകൾ. എന്താ, നിനക്കൊന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാൻ? ഞാൻ പറഞ്ഞാൽ ആര് കേൾക്കാൻ? ശരിയാണ്, നീ പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ലായിരുന്നു. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ ചോദിച്ചില്ല. മതി, നിങ്ങൾക്ക് പോകാം. ഈ ചേട്ടൻ ഒരുപാട് തെറ്റ് ചെയ്തു. പക്ഷെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ദോഷവും ചെയ്തതായി ഞാൻ ഓർക്കുന്നില്ല. ഈ ഉദ്യോഗഭാരവും ചുമന്നുകൊണ്ട് നടക്കാൻ എനിക്ക് വയ്യാൻ തോന്നി. അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നി. ഞാൻ പിരിഞ്ഞു.
അത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഐ എം സോറി, ബട്ട് ഐ കുഡ് നോട്ട് ഹെൽപ്പ് ഇറ്റ്. ഇനി ഇതേപ്പറ്റി കൂടുതൽ സംസാരിക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നും പറയണ്ട. വേഗം വരൂ രാമേട്ടാ. എവിടേക്കാണെന്ന് പോലും പറഞ്ഞില്ലല്ലോ കുഞ്ഞെ. കാശിക്ക്. കാശിക്കോ? ആ, രാമേട്ടന് കാശിക്ക് പോകണമെന്നല്ലേ ആഗ്രഹം. നമുക്ക് കാശിക്ക് പോവാം. പക്ഷെ കാശിയിൽ എത്തുന്നതിന് മുമ്പ് മറ്റനേകം കാശികളുണ്ട്. നമുക്ക് എല്ലാ കാശിയും സന്ദർശിച്ച് ഒടുവിൽ യഥാർത്ഥ കാശിയിലെത്താം, മോക്ഷം കിട്ടാൻ. എന്തൊക്കെയാണോ പോയി പറയണത്? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ആരാ അദ്ദേഹം? മാധവൻകുട്ടി മേനോൻ IPS DIG ആയിരുന്നു. ആയിരുന്നു. ഇപ്പോ രാജിവെച്ചു. കഷ്ട. എന്തിനാ അമ്മാവ? സ്വഭാവ ദൂഷ്യത്തിനോ അതോ നടപടി ദോഷത്തിനോ? അനാവശ്യം പറയുന്നോടാ. അല്ല, അങ്ങനെ പലരെയും പിരിച്ചുവിട്ടതായിട്ട് കേട്ടിട്ടുണ്ട്. തന്നെയുമല്ല, അദ്ദേഹത്തിന് പെൻഷൻ പറ്റാനുള്ള പ്രായവും ആയില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു പോയതാ. അദ്ദേഹത്തിന് ഉദ്യോഗത്തിന്റെ ആവശ്യം ഇല്ലെന്ന് തോന്നി രാജിവെച്ചു, അത്രേ ഉള്ളൂ. അമ്മാവൻ? ഞാൻ അമ്മാവൻ തന്നെ. ആഹാ. അയ്യോ, എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇല്ല. എന്റെ പേരാണ് ശ്രീകുമാരൻ. കണ്ടാലും തോന്നും. പിന്നെ ഇവിടെ വരുന്നവരുടെ ആവശ്യങ്ങളെല്ലാം മനസ്സിലാക്കി വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് എന്നെ സോഷ്യൽ സർവീസ് എന്നാണ് പലരും വിളിക്കുക. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ചോദിക്കട്ടെ. ശരി. ചായ കൊണ്ടുവരാൻ പറയട്ടെ? ആയിക്കോട്ടെ. സാർ, ഡിന്നർ റെഡി. എനി ആപ്പിറ്റൈസർ? അല്ല, വിശപ്പിന് സ്മോൾ വല്ലതും കൊണ്ടുവരട്ടോന്ന്? ഇറങ്ങി പോണമെന്ന്. ആശ്രീകരം. നാമം ചെല്ലാനും സമ്മതിക്കില്ലല്ലോ. കയ്യിൽ സ്റ്റോക്ക് കാണുമായിരിക്കും. യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ, നമുക്ക് നേരത്തെ ഊണ് കഴിച്ച് കിടക്കാം. രാമേട്ടൻ കഴിച്ചോളൂ, എനിക്ക് വിശപ്പില്ല. എന്തെങ്കിലും സ്വല്പം കഴിക്കൂ കുഞ്ഞെ. എനിക്ക് വിശപ്പില്ലാന്നേ. എന്നാ എനിക്കും വിശപ്പില്ല, ഞാനും കഴിക്കുന്നില്ല.